ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പോയിട്ടുള്ള വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ട്രിപ്പാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം 2 ആഴ്ചത്തെ പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ 5 പേര് ചേർന്ന് പോയ ഒരു ചെറിയ സ്കോട്ട്ലൻഡ് ട്രിപ്പ്. ഏകദേശം 2000 കിലോമീറ്ററാണ് ഈ യാത്രയിലുടനീളം ഞങ്ങൾ സഞ്ചരിച്ചത്. സ്കോട്ട്ലൻഡ് ട്രിപ്പിലെ ആദ്യ ദിവസത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമ്മളിത് പോകുന്നത് എഡിൻബ്രോ കാസിലേക്കാണ്. അവിടുന്ന് തൊട്ടടുത്തുള്ള വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ആയ ക്യാമറ ഒബ്സ്ക്യൂറിലേക്കും തുടർന്ന് എഡിൻബ്രോയിലെ മോസ്റ്റ് ഫോട്ടോഗ്രാഫിക് സ്ട്രീറ്റ് ആയ വിക്ടോറിയ സ്ട്രീറ്റിലേക്കുമാണ്. അവസാനമായി ഏകദേശം 5 മിനിറ്റ് മാത്രം ഹൈക്കിങ്ങുള്ള കാൽട്ടൺ ഹിൽ എന്ന മനോഹരമായ സ്ഥലത്തേക്കും. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ലീഡ്സിൽ നിന്നാണ്. ഏകദേശം രാവിലെ 5 മണിക്ക് നമ്മൾ ലീഡ്സിൽ നിന്ന് പുറപ്പെടുന്നു. 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം നമ്മുടെ റെൻറ്റിനെടുത്ത കാറായ ഫീഷോ 5008 നമ്മളിന്ന് പോകുന്നത്. അടിപൊളി കാറാണ്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് കാറാണ്. നമ്മൾ മാനുവലാണ് ബുക്ക് ചെയ്തത്, പക്ഷേ നമുക്ക് അവർ ഫ്രീ അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കാർ കിട്ടി. അപ്പം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സർവീസിലൊക്കെ ഇറങ്ങി ചെറുതായിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ചു, ചെറുതായിട്ട് ദേഹമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് അങ്ങനെ നമ്മൾ പയ്യെ ഇവിടുന്ന് വീണ്ടും യാത്ര പുറപ്പെട്ടു. അപ്പോൾ സ്കോട്ട്ലൻഡിലോട്ട് കയറുന്ന ആ ഒരു വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ സ്കോട്ട്ലൻഡിൻ്റെ അകത്തോട്ട് കയറുന്നു, അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും ആ പ്രകൃതിയും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇംഗ്ലണ്ട് മാറി സ്കോട്ട്ലൻഡിലോട്ട് കയറുന്നു. അപ്പോൾ ഏകദേശം 5 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ വന്നത് എഡിൻബ്രോ കാസിലാണ്. അപ്പോൾ ഇവിടെ NCP കാർ പാർക്ക് എന്ന് പറഞ്ഞാൽ എഡിൻബ്രോയിലെ കാർ പാർക്കിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഏകദേശം 35 പൗണ്ടാണ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പാർക്ക് ചെയ്യുന്നതിന്. എന്നിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പയ്യെ എഡിൻബ്രോയിലോട്ട് നടക്കണം. അപ്പോൾ ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ കാസിൽ നിൽക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതിനകത്തോട്ട് കയറാൻ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്ത ടിക്കറ്റ് എല്ലാം കാണിച്ചു. അവരതെല്ലാം സ്കാൻ ചെയ്ത് നമ്മളെ അകത്തോട്ട് കടത്തി വിടുവാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ഈ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്റ്റേഡിയം പോലത്തെ സാധനം പണിയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ആവശ്യം നമുക്കറിയത്തില്ല. ഈ കാസിൽ എന്ന് പറയുന്നത് 11th സെഞ്ച്വറി മുതൽ നിലനിൽക്കുന്ന ഒരു കാസിലാണ്. അപ്പോൾ ഒരുപാട് ഭരണാധികാരികൾ മാറി മാറി ഭരിച്ചിട്ടുള്ളൊരു കാസിലാണ്. അപ്പോൾ ഒരുപാട് അതിൻ്റേതായ സവിശേഷതകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നടന്ന് കാണാനുള്ള ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നടന്ന് കാണാനും മാത്രമുള്ള ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, ഈ കാസിലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പോൾ ഈ എഡിൻബ്രോ സിറ്റി മൊത്തം നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഓരോ ഇടനാഴികളിൽ കൂടെ പോയി ഓരോ ബിൽഡിങ്ങുകളും നമുക്ക് കണ്ടു പോകാൻ പറ്റും. അപ്പോൾ ഇത് ഈ കാസിലിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ്. നല്ല രസമാണ് കാണാൻ. അപ്പം ഇവിടെ നിന്നാൽ എഡിൻബ്രോയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എക്യുപ്മെൻറ്റ്സും അതേപോലെ തന്നെ പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും അതേപോലെ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്ന സാധനങ്ങളും അവരുടെ വാളും അവരുടെ ഫോട്ടോസും അങ്ങനെ ഒത്തിരി ആൻറ്റിക് സാധനങ്ങൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാനും കാണാനും പറ്റിയ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് എഡിൻബ്രോ കാസിൽ. പിന്നെ ചുറ്റും നടന്ന് കാണാനാണെങ്കിൽ ചെറിയൊരു ഗാർഡൻ പോലെ അതിൻ്റെ ഒരു സെൻട്രൽ ലൊക്കേഷനിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മ്യൂസിയംസും അതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് ഒരു 2 to 3 മണിക്കൂർ നടന്ന് കാണാനും മാത്രം ഉള്ള കാഴ്ചകളുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ക്രൗണും അതേപോലെ തന്നെ ചെങ്കോലും ഒക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഈ ഒരു കാര്യം. ഞാൻ കാണിച്ചു തരാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ എഡിൻബ്രോ കാസിൽ ഇതുപോലെ ഒരു വെടിവെപ്പ് ഉണ്ടാകും. അത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചു കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 100% വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എഡിൻബ്രോ. അല്ലാതുള്ള ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്യുന്നതിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനായിരുന്നെങ്കിൽ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തേനെ. അങ്ങനെ നമ്മുടെ എഡിൻബ്രോ കാസിൽ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്നത്. ഇത് വേൾഡ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ മ്യൂസിയമാണ്. അത്യാവശ്യം 6 നിലയിൽ കിടക്കുന്ന ഒരു മ്യൂസിയമാണ്. നല്ല രസമാണ്. അപ്പം ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 22 പൗണ്ടാണ്. അപ്പോൾ നമ്മൾ എഡിൻബ്രോ കാസിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു കാലിഡോസ്കോപ്പാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്രയും വലിയൊരു കാലിഡോസ്കോപ്പിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും അതിനകത്ത് നമ്മൾ കുറേ നേരം നോക്കി നിന്ന് അറിയാതെ അതിനകത്ത് അങ്ങ് മുഴുകിപ്പോവും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണിച്ചോ പറഞ്ഞു തന്നോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതിനേക്കാളും ബെറ്റർ തീർച്ചയായിട്ടും ഈ സ്കോട്ട്ലൻഡിൽ വരുന്ന ആൾക്കാർ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണെന്ന് 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ക്യാമറ ഒബ്സ്ക്യൂറോ. അപ്പോൾ ഇത് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ മെയിൻ സാധനമാണ് ജയൻറ്റ് പ്ലാസ്മ ബോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ കൈ ആ ബോളിനകത്ത് തടുമ്പം ആ എനർജി പാർട്ടിക്കിൾസ് നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ആ ഒരു ഇതാണ്. ഇപ്പോൾ പൊന്നു തന്നെ അത് തൊടുമ്പം അവിടെ കയ്യിൽ നിന്നുള്ള എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ലൈറ്റ് കത്തുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് എഡിൻബ്രോയുടെ ഒരു ടോട്ടൽ വ്യൂ കിട്ടുന്ന ഒരു വ്യൂവും അവരെ ഇതിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് ബൈനോക്കുലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ആർക്കിടെക്ചേഴ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉള്ള ബൈനോക്കുലറാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്തൂടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നല്ല ക്ലിയർ ആയിട്ട് ദൂരെയുള്ള വിഷൻസ് കാണാൻ പറ്റും. അപ്പം നല്ല വിലയുള്ള ബൈനോക്കുലേഴ്സാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ മുകളിൽ വന്ന് നിന്ന് ഈ കാഴ്ചകൾ കാണുന്ന ഒരു വെർത്ത് വിസിറ്റാണ്. അതേപോലെ മറ്റൊരു കാലഡോസ്കോപ്പ് പോലത്തെ സാധനമാണിത്. നമ്മുടെ തല അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ തല 10 തലയുള്ള തനി രാവണൻ എന്നൊക്കെ പറയുന്ന പോലെ നല്ല രസമുള്ള വ്യൂസ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അത് ഇതെല്ലാം ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ആണ്. അതേപോലെ തന്നെ ഇതും മറ്റൊരു കാലഡോസ്കോപ്പാണ്. നമ്മുടെ തല അതിനകത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തലകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നേരിട്ട് പോയി ആസ്വദിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് മറ്റൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അതായത് നമ്മുടെ തല മാത്രം ടേബിളിൻ്റെ മുകളിൽ വരും, നമ്മുടെ ദേഹം ഒന്നും ടേബിളിൻ്റെ മുകളിൽ വരത്തില്ല. കാരണം ആ ടേബിളിനടി നോക്കിക്കഴിഞ്ഞാൽ കാണാം എംപ്റ്റി ആയിട്ടുള്ള ടേബിളാണ്. അപ്പം അത് ശരിക്കും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ ഇത് നമ്മൾ ഒരു റൂമിൻ്റെ 2 സൈഡിലേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ തന്നെ നമ്മുടെ സൈസ് ചേഞ്ച് ആകുന്ന പോലത്തെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇത് കണ്ടോ, ഇപ്പം ഞാനിവിടെ വലുതായിട്ടാണ് നിൽക്കുവാണ്. ഞാൻ ഈ റൂമിൻ്റെ അതർ സൈഡിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ചെറുതും അവൾ വലുതുമായി മാറുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുന്നത്, ഫീൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തല കറങ്ങിപ്പോയൊരു സാധനമാണിത്. ഇതിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കറങ്ങുന്ന ഒരു ടണലിനകത്തൂടെ നമ്മൾ അകത്തൂടെ നടന്നു പോകണം. അപ്പോൾ നമ്മൾ നടക്കുന്ന സാധനം സ്റ്റേബിളാണ്, പക്ഷെ നമുക്ക് ശരിക്കും തല കറങ്ങുന്ന പോലെ തോന്നും. പക്ഷേ നല്ല കിടിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അഡ്വഞ്ചർ റൈഡിലൊക്കെ കയറിയൊരു ഫീൽ തന്നെയായിരുന്നു ഇതിനകത്ത് കിട്ടിയത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. എങ്ങനെയുണ്ട് പോവാ? അതിഭീകരം. ഞാൻ അടുത്ത മെയിൻ സാധനത്തിലോട്ട് നമ്മൾ പോകുന്നത് മിറർ മെയ്സ്. ഈ മിറർ മെയ്സ് എന്ന് പറയുന്നത് ചുറ്റും മിററുകൾ കൊണ്ട് ഉണ്ടാക്കിയൊരു മെയ്സാണ്. അപ്പോൾ അതിനകത്തൂടെ നമ്മൾ നടന്നു പോകണം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുഖം ഇതിനകത്ത് ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മൾ തൊട്ട് നോക്കിയിട്ട് എവിടെയാണ് സ്പേസ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല കിടിലം ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്യാമറ ഒബ്സ്ക്യൂർ 22 പൗണ്ടിന് വിസിറ്റ് ചെയ്യാൻ വെർത്ത് തന്നെയാണെന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് സ്കോട്ട്ലൻഡിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ലൊക്കേഷനായിട്ടുള്ള വിക്ടോറിയ സ്ട്രീറ്റിലാണ്. ഇവിടെ അടിപൊളി ഫോട്ടോസ് കിട്ടും. ഞങ്ങളെടുത്ത് 1-2 ഫോട്ടോസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പം അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ പറയുന്ന ക്യാമറ ഒബ്സ്ക്യൂറയുടെ അവിടുന്ന് 5 മിനിറ്റ് പോലും നടക്കാനുള്ള ദൂരമില്ല. തീർച്ചയായിട്ടും പോയി വിസിറ്റ് ചെയ്യുക, കുറേ അധികം ഫോട്ടോസ് എടുക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇത് ഞങ്ങൾ കുറേ നേരം നിന്ന് ഒരു അരമണിക്കൂറോളം നിന്ന് ഫോട്ടോ എടുത്ത് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് കാൾട്ടൺ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടുന്ന് ഒരു 15-20 മിനിറ്റ് നടക്കാനുണ്ടാവും. ഞങ്ങളൊരു ഊബർ എടുത്താണ് പോയത്. ഊബർ എടുത്ത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച അത്യാവശ്യം ഹൈക്കിംഗ് ഉണ്ടായിരിക്കുന്നു. പക്ഷേ അത്ര ഹൈക്കിംഗ് ഒന്നുമില്ല. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് നടന്നെത്താൻ പറ്റുന്ന ദൂരത്തിലുള്ള സാധനമാണ്. ഈ കാൾട്ടൺ ഹിൽ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് ഹിസ്റ്ററിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. ഇതിനകത്ത് ഒരുപാട് ഡിഫറെൻറ്റ് മോണുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരെ കാണുന്ന സാധനം നെൽസൺ മോണുമെൻ്റ് എന്ന് പറഞ്ഞ മോണുമെൻ്റാണ് നമ്മൾ ഈ ഹൈറ്റിൽ കാണുന്നത്. അതിനകത്ത് നമുക്ക് കയറാൻ സാധിക്കും. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഇതേപോലെ പീരങ്കി പോലത്തെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഇവിടെ കാണാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ് പറയുന്ന ഈ പില്ലേഴ്സാണ്. ഇതെന്ന് പറയുന്നത് ഈ സ്കോട്ടിഷ് യുദ്ധത്തിൽ മരിച്ചുപോയ പട്ടാളക്കാരെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് പണിത് തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പം ഇത് ഏതൻസിലുള്ള ഒരു മോഡലിനെ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 1820കളിൽ ഇവർ തുടങ്ങിയ ഒരു പരിപാടിയാണ്. പക്ഷേ ലാക്ക് ഓഫ് ഫണ്ട് മൂലം ഇവരിത് ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ 1929 ആയപ്പോഴത്തേക്ക് ഈ പണി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ ഇത് പ്രൈഡ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് സ്കോട്ട്ലൻഡ് എന്നോ അല്ലെങ്കിൽ എഡിൻബ്രോയുടെ ഡിസ്ഗ്രേസ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പൊന്നുമില്ല. പക്ഷേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാറുണ്ട്. അപ്പോൾ നല്ല വ്യൂ ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ തന്നെ കണ്ടാൽ അറിയാം എഡിൻബ്രോ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഡ്രോണൊക്കെ പുറത്ത് വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ അടിപൊളി ലൊക്കേഷനാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ സ്കോട്ട്ലൻഡിലെ എഡിൻബ്രോയിലുള്ള യാത്രകളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് അടുത്ത ലൊക്കേഷനായ ഗ്ലെൻഫിനൻ വിയഡക്റ്റിലോട്ട് നമ്മൾ ഇന്ന് രാത്രി യാത്രയാവണം. കാരണം ഏകദേശം 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ എഡിൻബ്രോയിലെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു പാലമാണ്. ഇത് കാണാൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. നല്ല രസമെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ നിവർന്ന് കിടക്കുന്നൊരു പാലമാണ്. അപ്പം ഗ്ലെൻഫിനൻ വിയഡക്റ്റിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ദൂരം ഉണ്ട് നമുക്ക്. അപ്പോൾ ഏകദേശം നമ്മളൊരു 6 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങളൊരു 9-9:30 കഴിഞ്ഞ് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മളവിടെ എത്തുമെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം രാത്രി ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അപ്പം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ രാത്രിയാണെങ്കിലും വെയിലുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ
താമസിക്കുന്നത് ഈ ഒരു ചെറിയ ക്യാബിൻ ഹൗസ് പോലത്തെ എയർബിഎൻബിയിൽ നമ്മൾ ബുക്ക് ചെയ്തതാണ്. അടിപൊളി ലൊക്കേഷനാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ബഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൊതുകൊക്കെ എന്ന് പറഞ്ഞാൽ നാണിച്ചു പോകുന്ന രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം അകത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഡൈനിങ് ഏരിയ ഉണ്ട്, നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, അതേപോലെ തന്നെ ഒരു ലോഞ്ചുണ്ട്. ഇതെല്ലാം കാർപ്പറ്റാണ് അതിൻ്റെ താഴെ കിടക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഈ എയർബിഎൻബിക്കാർ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം ഇത് ഓണായി കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ക്യാബിനകം ഫുള്ള് ഹീറ്റാകും. അതേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല 2 വലിയ സോഫയുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള നല്ല 2 വിൻഡോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അത്യാവശ്യം കിച്ചണിലാണെങ്കിലും എല്ലാം അവർ ഒരുക്കി വെച്ചിട്ടാണ് നമുക്ക് എയർബിഎൻബി വന്നേക്കുന്നത്. അപ്പോൾ കിച്ചൺ നമുക്കൊന്ന് കാണാം. കിച്ചണിനകത്ത് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബൗളും പ്ലേറ്റും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുപോലെ ടീ, കോഫി, അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം, അത് പ്ലേറ്റും ബൗളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പം നമുക്ക് അത്യാവശ്യം ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അത്യാവശ്യം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തത്. സ്കോട്ട്ലൻഡ് ആയതുകൊണ്ട് തന്നെ അധികം കടകളൊന്നും നമുക്ക് അടുത്ത് കാണാൻ സാധിക്കത്തില്ല. അപ്പം ഇവിടെ ടോസ്റ്ററും അതേപോലെ തന്നെ സിറിയൽസും എല്ലാം നമുക്ക് വേണ്ടി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജുമാണ്. ഇതുപോലെ നമുക്ക് വേണ്ടി ജാമും അതേപോലെ ചീസും അങ്ങനെ കുറേ അധികം ബട്ടറും ജ്യൂസും ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാഷ്റൂമും ഉണ്ട്. അതേപോലെ തന്നെ ഇത് വിത്ത് ഷവറാണ്. അതേപോലെ തന്നെ 2 ബെഡ്റൂം ഹൗസാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബെഡ്റൂം ഉണ്ട്, ഒരു ചെറിയ ഡബിൾ ബെഡ്റൂം എന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡബിൾ ബെഡ്റൂം തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ഡബിൾ ബെഡ്റൂം, അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. അവിടെ ഷവറില്ല, പക്ഷേ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അക്കോമഡേഷൻ ആയിരുന്നു. അത്യാവശ്യം ഈ പ്രകൃതി ഭംഗിയിൽ കുളിച്ച് നിൽക്കുന്ന അടിപൊളി ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നാളത്തെ യാത്ര ഞങ്ങൾ ഇവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഗ്ലെൻഫിനൻ വിയഡക്റ്റും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ അതിമനോഹരമായ സ്ഥലത്ത്, ഈ സ്കോട്ട്ലൻഡിലെ അതിമനോഹരമായ ഒരു താഴ്വരയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഇനിയും വരുന്ന ദിവസങ്ങളിലെ അതിമനോഹരമായ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെൻറ്റേനുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലിക്കണം പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി ഒരു വീഡിയോയിലാണ് കാണുന്നവരെ ഗുഡ് ബൈ.